നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുള്ളതിനേക്കാളും സ്നേഹം അള്ളാഹുവിനുണ്ടെന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മരണശേഷം കഷ്ടപ്പെടരുത്, അവർക്ക് ബുദ്ധിമുട്ട് വരരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെക്കുറിച്ച് തന്നെയാണ് പറയണത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല പഠനവും നല്ല ജോലിയും എല്ലാം നമ്മൾ നൽകുന്നതിന് വേണ്ടി ധാരാളം പണവും ശ്രദ്ധയും ആരോഗ്യവും സമയവും എല്ലാം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ നിലനിൽപ്പിന് അനിവാര്യമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവും നമുക്കില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാര്യം ഏതാണ്? അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ ദീൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് ഖുർആനിലൊരു പ്രയോഗമുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് കാണാൻ പറ്റും, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളോട് അള്ളാഹു ഉപദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുള്ളതിനേക്കാളും സ്നേഹം അള്ളാഹുവിനുണ്ടെന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മരണശേഷം കഷ്ടപ്പെടരുത്, അവർക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സാമ്പത്തിക രംഗത്തും അവരോട് നിങ്ങൾ ചെയ്യേണ്ട സമീപനങ്ങളെക്കുറിച്ചൊക്കെ അത് നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മരണശേഷം നിങ്ങളെ കുട്ടികൾ കഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങളെക്കാളും പ്രയാസവും നിങ്ങളെക്കാളും അതിൽ വിഷമവും അള്ളാഹുവിനുണ്ട് എന്നാണ് എന്ത് ചെയ്യണത് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോടുള്ളത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ നിയമങ്ങളിലും ഈ സ്നേഹവും ഈ കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഏറ്റവും ഭദ്രമായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ മതപരമായ നിലക്കുള്ള അവരുടെ കണിശതയും ചിട്ടയുമാണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സങ്കടം നമുക്ക് തോന്നിയൊരു കാര്യമാണ്, എന്താ അറിയോ, ഏകാന്തനായി രോഗിയായി വീട്ടിലിരിക്കുന്ന ഒരു പിതാവ്. മക്കളൊക്കെ ആരെന്നറിയങ്ങൾ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരും ബിഷോക്കരന്മാരും എഞ്ചിനീയർമാരും ഒക്കെ വലിയ വലിയ ആളുകളാണ്. പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉണ്ട് അയാൾക്ക്. ഒരായുഷ്കാലം മുഴുവൻ ഈ മക്കളെ ഉന്നതികളിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തേ ആവശ്യമുള്ളൂ കാര്യങ്ങൾ? അവരിവിടെ വന്ന് പരിചരിക്കുക, അയാളെ ബാത്റൂമിൽ കൊണ്ടുപോകുക ഒന്നും വേണ്ട. രാവിലെയും വൈകുന്നേരം ഓരോ ഫോൺ വിളിച്ചിട്ട് വാപ്പയ്ക്ക് എന്ത് സംഭവിച്ചു, എന്താണ് അവസ്ഥ എന്നൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. നല്ല വേദന അയാൾക്കുണ്ട്, തൻ്റെ മക്കൾ ഇടപെടാത്ത കാര്യത്തിൽ ഭയങ്കരമായ വേദന ഉണ്ട്. ആ ഒരു ബോധമുണ്ടല്ലോ, അവരുടെ പിതാവിനെക്കുറിച്ചുള്ളൊരു ബോധം, അതേതെങ്കിലും നിലക്ക് അവിടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്ന്, ഇങ്ങനത്തെ ഒരു കാലം എനിക്കും വരാനുണ്ട്, അന്ന് ഞാൻ കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ വാപ്പനോട് മര്യാദക്ക് പെരുമാറണം എന്നൊരു ബോധമായാൽ മതി. അല്ല, ഈ വാപ്പനെയും ഉമ്മനെയും ഞാൻ സംരക്ഷിക്കാതിരിക്കുന്നതും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും ഒരു മഹാപാതകമാണ്, അതൊരു മഹാപാപമാണ് എന്നൊരു ബോധം ഉണ്ടായാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ആളല്ലേ എന്നുള്ളൊരു നന്ദിബോധം ഉണ്ടായാൽ മതി. ഇങ്ങനെ ധാർമ്മികതയുടെ യാതൊരു ലാഞ്ചനയും, ഈ പറയപ്പെട്ട ധാർമ്മികതയെന്ന് നമ്മൾ പറയുന്ന ഈ ഒരു നന്മയുടെ ഒരു വശവും മനസ്സിൽ തട്ടാത്ത ആളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ നമ്മളിത് ബോധപൂർവം നമ്മുടെ കുട്ടികൾക്ക് ഇത് നൽകാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ പ്രയാസപ്പെട്ടു പോകുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരിയായ ബോധവൽക്കരണങ്ങൾ നൽകാൻ, ശരിയായ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ നൽകാൻ നമ്മൾ എന്തൊക്കെ അവരെ പഠിപ്പിക്കുകയാണെങ്കിലും അതിന് കൂടുതൽ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.